ഇങ്ങനെ ഒരു ചിക്കൻ റെസിപ്പി കിട്ടിയാൽ ആരായാലും വയറ് നിറയെ അങ്ങ് കഴിച്ചോളും. പൊറാട്ട ആയാലും ചപ്പാത്തി ആയാലും അപ്പം ആയാലും എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ രീതിയിൽ ചിക്കൻ കൊണ്ടാട്ടോ നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊറാട്ടയാണ് കേട്ടോ കോമ്പിനേഷൻ ആക്കി എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് കാശ്മീരി മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ലെമൺ ജ്യൂസും ഉപ്പും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാരിസൺ അതിഥി റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസിംഗ് കമ്പനികളിൽ ഒന്നായ പാരിസൺ ഗ്രൂപ്പിന്റെ ബ്രാൻഡായ അതിഥിയുടേതാണ് കേട്ടോ ഈ ഒരു ഓയിൽ. കേരളത്തിൽ തന്നെ സൺഫ്ലവർ ഓയിൽ റിഫൈനറി ഉള്ള ഏക ഗ്രൂപ്പാണ് പാരിസൺസ് അതിഥി. അതിനാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിന്റെ പ്രധാന സവിശേഷത ലെസ് അബ്സോർബൻസി ആയതുകൊണ്ട് തന്നെ എണ്ണ വല്ലാണ്ട് കുടിക്കില്ല. പിന്നെ 0 കൊളസ്ട്രോൾ ആണ്, ട്രാൻസ്ഫാറ്റ് ഫ്രീ ആണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രം വേറൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒരു 5 വറ്റൽമുളക് വറുത്ത് മാറ്റി വെക്കുക കേട്ടോ. അതിലേക്ക് ഒരു 25 ചെറിയുള്ളി അതുപോലെ കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഒരു 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു അരമുറി ചെറുനാരങ്ങ നീരും ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വറ്റൽമുളകും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ സംഭവം സെറ്റ്. പൊറാട്ടയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ.